ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമ്മിൽ എടുപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും, ലൂണ, ക്രാഫ്റ്റി ലൂണ എന്നാണല്ലോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ കുറേ പേർക്ക് എൻ്റെ പേരാണെന്നാണ്, പക്ഷേ എൻ്റെ പേരല്ല, എൻ്റെ ഒരു പൂച്ചയുടെ പേരാണ്. ആ കുഞ്ഞു പൂച്ച ചത്തുപോയി. അത് ഓണത്തിൻ്റെ സമയത്തായിരുന്നു. പിന്നെ എനിക്ക് എല്ലാ വിഷമമായിരുന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയാതിരുന്നത്. ഞാൻ പോസ്റ്റ് ഇടാമെന്നൊക്കെ ഓർത്തിട്ട് പിന്നെ ഇടാതിരുന്നതാണേ. അപ്പോൾ പുതിയ ലൂണയാണ് ഇപ്പം നിങ്ങൾ മുമ്പ് കണ്ടത്. അവൾ അതിൻ്റെ കോപ്പിയാണ് കേട്ടോ. അതേപടി തന്നെയാണ്. ഇപ്പോൾ അവളുള്ളതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഇച്ചിരിയും കൂടെ ഇതായിട്ട് നിൽക്കാൻ പറ്റുന്നത്. പിന്നെ ഇപ്പോൾ കുറേ നാളായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ആ ഒരു കുഞ്ഞിപ്പൂച്ചയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു ക്യാറ്റ് ജേണൽ എന്ന് പറഞ്ഞിട്ട്. അവൾ ഈ ലൂണയുടെ അനീത്തിയാണ് കേട്ടോ. അവളെക്കാളും ഒത്തിരി ഇളയതൊന്ന് അവൾ ഈ ഒരു സൈസൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഗേസ്, പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മൃഗങ്ങളൊക്കെ. അതുകൊണ്ട് എനിക്ക് പൂച്ചപ്രാന്തൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എപ്പോഴും വീഡിയോസിലൊക്കെ അങ്ങനെ കാണിക്കാറുള്ളത്. അവിടെ തന്നെ ചാനലിൻ്റെ പേരും അങ്ങനെ തന്നെ. പിന്നെ എൻ്റെ ടെക്സ്റ്റിൽ നോക്കിയാൽ കാണാൻ ഞാൻ ഫുള്ള് ലൂണ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ എപ്പോഴും ചെയ്യാറുണ്ട്. എനിക്ക് പേന കൈ കിട്ടിയാൽ ഞാൻ അങ്ങനെയൊക്കെ വരച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റഡി വ്ളോഗ് എടുക്കാൻ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് സ്റ്റഡി വ്ളോഗ് എടുക്കാൻ അറിയില്ല സത്യം പറഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നെങ്കിൽ പഠിക്കണം അല്ലെങ്കിൽ വീഡിയോ എടുക്കണം. ഇത് രണ്ടും കൂടെ ആയിക്കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് അങ്ങനെ സ്റ്റഡി വ്ളോഗ് എടുക്കാറില്ല. പിന്നെ നമുക്കൊരാൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റഡി വ്ളോഗ് ചെയ്യുമെന്ന്. പിന്നെ ഞാൻ എന്താ സ്റ്റഡി വ്ളോഗിൻ്റെ ഇങ്ങോട്ട് മാറിയപ്പം ചെറുതായിട്ട് വീഡിയോ ഒന്ന് തിരിഞ്ഞു പോയി. ഞാൻ ഷൂട്ട് ചെയ്ത് കറക്റ്റായിട്ടായിരുന്നു, പക്ഷേ എന്നെ ഇങ്ങനെ വന്നത് എനിക്കറിയില്ല. അപ്പോൾ എന്നാലും ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പം ഫോണൊന്ന് തിരിച്ച് പിടിച്ചിട്ട് കാണാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ മൈൻഡ് ആക്കിയില്ല എങ്ങനെ ഇരിക്കുന്നതെന്നൊന്നും. ഇപ്പോൾ കുറേ നേരം കഴിഞ്ഞ് അത്യാവശ്യം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. അതുകൊണ്ട് പിന്നെ ഞാൻ മാറ്റാൻ നിന്നില്ല കേട്ടോ, അല്ലെങ്കിൽ ഒന്നുകൂടെ ഷൂട്ട് ചെയ്യാമായിരുന്നു. അപ്പോൾ ഞാൻ പഠിക്കുന്നത് സോഷ്യൽ സയൻസ് ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ളൊരു വിഷയമാണ് സോഷ്യൽ സയൻസ്. പിന്നെ എനിക്ക് നേരത്തെയൊക്കെ അതായിരുന്നു ഫേവറേറ്റ്. ഇപ്പം ഞാൻ 8ാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയിലാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റും കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ എന്തായാലും സോഷ്യൽ സയൻസ് ആണ് ഞാൻ പഠിക്കുന്നത്. ഇപ്പം എക്സാമൊക്കെ വരാറായല്ലോ, സെക്കൻഡ് മിഡ് ടൈമൊക്കെ. അപ്പോൾ എന്തായാലും ഒന്ന് പഠിക്കാമെന്നൊക്കെ ഓർത്തു. പിന്നെ ഞാൻ ഇതുപോലെ എപ്പോഴും എക്സാമിൻ്റെ ഒക്കെ ടൈമിലും അതുപോലെ പഠിക്കാൻ ഇതുപോലത്തെ ഏതെങ്കിലും മിനി നോട്ട്സിൽ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട്. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അത് ഞാൻ ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ ഡിലീറ്റ് ചെയ്തതിൽ നോക്കുമ്പോൾ അതും അവിടെ ഒന്നും ഇത് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ഇടാത്തത്. അല്ലെങ്കിൽ എന്തായാലും ഇടേണ്ടതായിരുന്നു. ഞാൻ വീഡിയോ ഇടണമെന്ന് ഓർത്ത് ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ എൻ്റെ ഇത് കണ്ടിട്ടില്ല, പിന്നെ എന്ത് ചെയ്യാനാ, അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഇടാത്തത്. പിന്നെ ഞാൻ ഹൈലൈറ്ററൊക്കെ വെച്ച് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഞാനിപ്പം ഇത് വെച്ച് അടയാളപ്പെടുത്തൽ കുറവാണ്. നേരത്തെ ഞാൻ ഇതുപോലെ ബുക്ക് ഫുള്ള് ഇങ്ങനെ അടയാളപ്പെടുത്തി വെക്കുമായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ജസ്റ്റ് സ്റ്റഡി വ്ളോഗ് എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ടല്ലോ, അതുകൊണ്ട് ഞാനും വെറുതെ കാണിച്ചതാണ്. പിന്നെ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ID കാർഡ് കിട്ടി കണ്ടോ, ഫുള്ള് തിരിഞ്ഞാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ഞാനും സ്റ്റിക്കർ ഒട്ടിച്ചു അതിൻ്റെ പുറത്ത്. അപ്പം നിങ്ങളും ഒട്ടിച്ചിട്ടുണ്ടാവാം. പിന്നെ അവളെ ഞാൻ വീണ്ടും വീഡിയോ കാണിക്കാനായിട്ട് കൊണ്ടുവന്നു, പക്ഷേ അവൾ നിൽക്കുന്നുണ്ടായിരുന്നില്ല കണ്ടോ. വീഡിയോയിലൂടെ ഒക്കെ നോക്കി ഇപ്പോഴാണ് എനിക്ക് കറക്റ്റായി മനസ്സിലായത് ഞാൻ ഷൂട്ട് ചെയ്തത് നേരെ തിരിച്ച് വെച്ചിട്ടായിരുന്നു. ഇനി അടുത്ത പ്രശ്നം ജേണലാണ് കേട്ടോ. എന്നാൽ പിന്നെ ഒരു ജേണലോടെ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഓർത്തപ്പോൾ അതും തലതിരിഞ്ഞ വീഡിയോ ആയിപ്പോയി. ഇനി എന്ത് ചെയ്യാനാണെന്ന് എനിക്കറിയില്ല. പിന്നെ എന്തായാലും ഇത് തുറക്കാനും പറ്റുന്നില്ല. കാരണം ഞാൻ ഇതുപോലെ കെട്ടിയിട്ട് അത് അഴിച്ചെടുക്കുകയായിരുന്നു ചെയ്യുന്നത്. ഇപ്പോൾ അത് പറ്റാത്തതുകൊണ്ട് ഇനി ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് തന്നെ എടുത്തു. പിന്നെ നമ്മൾ ജേണൽ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് കളേഴ്സൊക്കെ ഓൾറെഡി ചെയ്തു. ബ്ലാക്ക്, ബ്ലൂ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ചെണ്ണം ചെയ്തു. ലോട്ട് ഇട്ടിട്ടാണല്ലോ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇന്നും ഞാൻ ലോട്ട് ഇട്ട് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരെണ്ണം എനിക്കറിയാവുന്ന എല്ലാ തീംസും കളേഴ്സും ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയത് വയലറ്റാണ്. ആ തീമിലൊരു സപ്ലൈസ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ആകെ ഉള്ളത് ഇതായിരുന്നു, ആ ഒരു പാറ്റേൺ പേപ്പറായിരുന്നു. അത് ഞാൻ ഒട്ടിച്ചു. അതുപോലെ ബേബി സ്റ്റിക്ക് യൂസ് ചെയ്താണ് കേട്ടോ ഞാൻ ഒട്ടിക്കുന്നത്. അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഇടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള ഐറ്റവും അതെല്ലാം ഒട്ടിക്കുന്നുണ്ട്. അല്ലാതെ ഈ ഒരു വയലറ്റ് തീമിനോട് ചേർന്ന ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കാരണം ഇനി വയലറ്റിന് യൂസ് ചെയ്ത ഐറ്റംസ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ പർപ്പിളും വന്നു കഴിഞ്ഞാൽ പർപ്പിളിലും ഇതുപോലത്തെ ഐറ്റംസ് തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പിന്നെ തോട്ട്സിൻ്റെ ഐറ്റംസും മെമോ പാഡ്, സ്റ്റിക്കേഴ്സ് അതെല്ലാം ഒട്ടിച്ച് ജേണൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഒരു ജേണൽ ഡയറിയിൽ ഞാൻ നമ്മുടെ ജേണൽ സീരീസിലുള്ള എല്ലാ ജേണൽസും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനത് തിരിച്ചിങ്ങനെ കെട്ടി വെക്കാം, ഇങ്ങനെ ചെയ്യുന്നൊക്കെ നോക്കുമായിരുന്നു. പിന്നെ ഞാൻ ടേപ്പ് വെച്ച് അത് ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു ജേണലെന്ന് വെച്ചാൽ. അപ്പോൾ എന്തായാലും നമ്മുടെ ജേണൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഐറ്റംസൊക്കെ ഞാനൊന്ന് എടുത്ത് തിരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ടൈം കിട്ടില്ല. പിന്നെ ഞാനത് മറന്നും കൂടെ പോകും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട കേട്ടോ. എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ബൈ.